ബോഗൻവില്ല ഉയർന്നിട്ടുള്ള ഒന്ന് രണ്ട് വിമർശനങ്ങൾ കൂടി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഫഹദ് ഫാസിൽ എന്നുള്ള ഒരു വലിയ ആക്ടറിനെ അയാൾക്ക് ചെയ്യാൻ മാത്രം ബൃഹത്തായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അയാളുടെ സ്ക്രീൻ പ്രസൻസ് ആ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി മാത്രം കഥാപരമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ പറഞ്ഞ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ശാസ്ത്രീകരണ മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇവനൊക്കെ ഇത്രയുള്ളതാന്നുള്ള ഡയലോഗ് ഉൾപ്പെടെ അതും ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നെന്നുള്ളൊരു അഭിപ്രായം ഉണരുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, കോ റൈറ്റർ എന്നുള്ള രീതിയിൽ ഇത് ഈ രണ്ട് വിമർശനങ്ങളെയും എങ്ങനെയാണ് വിശദീകരിക്കുക? ആദ്യം ഉണ്ടായത് ഡേവിഡ് കോശി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഡേവിഡ് കോശി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫഹദ് ചെയ്യുകയില്ലെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അമൽ സാറാണ് പറയുന്നത് നമുക്കിത് ഫഹദിനെ വെച്ചാലോ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞത് നല്ലതാണെന്ന് പറയും. ഫഹദ് എന്ന് പറഞ്ഞൊരു ആക്ടർ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ, കാരണം നമുക്കോരോ കാഴ്ചകളുണ്ട്. ഫഹദ് ഫാസിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് ഞാനും അമൽ സാർ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു റൂമിൽ ഒരാണും 3 പെണ്ണുങ്ങളും ഉണ്ട്. ആ ആണിനെ തോൽപ്പിക്കണമെങ്കിൽ ആ 3 പെണ്ണുങ്ങൾ എന്താ നാച്ചുറലി ചെയ്യുക, അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ വെളിയിൽ നിന്ന് വേറൊരു ആണൊരുത്തം വന്നിട്ട് ഇവനെ അടിച്ചിടണം എന്ന് പറയുന്നത് നമ്മുടെ പാട്രിയാർക്കൽ ചിന്തയുടെ ഭാഗമാണ്. നമുക്ക് എപ്പോഴും അതാണ് നമ്മൾ കണ്ട് ശീലിച്ച കാര്യങ്ങൾ, അതാണ്. അല്ല അതിനകത്ത് ഇത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടൊരു സാധനമല്ല. ആ സിറ്റുവേഷനിൽ ആ റൂമിൽ ഈ 4 ക്യാരക്ടേഴ്സ് വന്നാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഉണ്ടായ സംഭവമാണത്. നമ്മളൊന്ന് ഫോഴ്സ്ഫുള്ളി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് കാണുന്നവരുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇതൊരു ആർട്ട് ഫോം ആകുമ്പം അവർക്ക് എങ്ങനെ വേണ്ടി എടുക്കാമല്ലോ. നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അത് ഫോഴ്സ്ഡാന്ന് തോന്നിയായിരിക്കാം. എനിക്കത് പറയാൻ പറ്റില്ല. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ആളുകൾ പറയുന്നൊരു കാര്യം, കൊറിയൻ സിനിമകളായിട്ടില്ലേ, ഫോർഗോട്ടൺ ഒക്കെ പോലെ ഉള്ള ഈ വേൾഡ് ബിൽഡിംഗ് സിനിമകളുണ്ടല്ലോ, ഫേക്ക് വേൾഡ് ബിൽഡിംഗ് സിനിമകൾ, ഫോർഗോട്ടൺ അല്ലെങ്കിൽ ഐ സോ ദ ഡെവിലിനൊക്കെ ഉള്ള പോലത്തെ കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ള ഇതും ആളുകൾ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ വേൾഡ് സിനിമയ്ക്ക് എക്സ്പോഷർ ഉള്ള ഒരു ഓഡിയൻസിന് മുമ്പിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത്. രാജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീൻ തൊട്ട് അടുത്ത സീൻ വരെ നോവലിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലോ ഈ മിസ്റ്ററി ഇങ്ങനെ പോകുന്നത്. പക്ഷെ സിനിമയ്ക്ക് വരുമ്പോൾ അതിൻ്റെ പേസിങ് കുറച്ച് സ്ലോ ബേണർ പോലെ പതുക്കെ 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 പതുക്കെ. പക്ഷെ ഒരു ഡീറ്റെയിലിന് കാരണം ഉണ്ട്, നമുക്ക് സെക്കൻഡ് ഹാഫിനും ഒക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്നതിന് പോലും കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്ലോ ആയാൽ ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ അമൽ സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് അത് കിട്ടുമോ, അങ്ങനത്തെ സംശയങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ ഒരു ചിന്തയുണ്ട്. അമൽ നീരദ് ഫിലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ എടുത്ത് വെക്കുന്നൊരു കണ്ണടയാണ്. അപ്പോൾ അമൽ നീരദ് സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടിനകത്ത് ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അമൽ നീരദ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടും അടുത്ത കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് വേറൊരു സാധനം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിനകത്തേക്ക്. ഈ പറഞ്ഞ ആക്ഷൻ വേണം മറ്റ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ പേസ് എന്താണെന്ന് തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ കൊറിയൻ സിനിമ കാണാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഇൻ്റർനാഷണൽ സിനിമ കാണാത്ത ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാർ, ഫിലിമിനോട് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഈ പേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാം. ഇതിൻ്റെയും കൂടെ കുറച്ചുകൂടെ പേസ് കൂട്ടുവാണെങ്കിൽ ഇതൊന്നും എക്സ്പോഷർ കിട്ടാത്ത കാഴ്ചക്കാർക്ക് ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അവർക്കൂടെ മനസ്സിലാകും. നമ്മൾ പ്രൊഡക്റ്റ് വെള്ളോട്ട് ഇറക്കുമ്പോൾ നമ്മളൊരു മേജർ വൈഡ് ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേസിൽ പോയേക്കുന്നത്. ഇത് തന്നെ കുറച്ച് പേസ് കൂടുതലാന്ന് പറയുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഒന്നും മനസ്സിലാവും, ഒന്നുകൂടെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഞാൻ മനസ്സിലായ കാര്യം ഇതാണ്, ഈ ഒരു മിസ്റ്ററിയുടെ ഈ ഒരു പാത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വ്യൂ വേണം. ഫസ്റ്റ് വ്യൂവിൽ നമ്മൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല സെക്കൻഡ് വ്യൂവിൽ നമുക്ക് കിട്ടും. നമ്മൾ അങ്ങനെ ഇതിനെ ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇന്റൻഷനലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം നമുക്കറിയാം പേസ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അമൽ നീരദിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ബൊഗൈൻവില്ല. ഞാൻ എഴുതിയുകൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ ഇനി റിപ്പീറ്റഡ് വ്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ക്യാരക്ടേഴ്സിന് ചില ഏരിയയിൽ മാത്രമേ ലൈറ്റ് വന്നിട്ടുള്ളൂ. ചില സീൻസ് കാണിക്കുമ്പോൾ കണ്ണാടി കൂടെയാണ് കാണിക്കുന്നത്. ചില സീൻസിൽ ഇപ്പോൾ റീത്തു എന്ന ക്യാരക്ടർ ആ ഗേറ്റിൻ്റെ അടുത്ത് വരെയാണ് കൂടുതൽ പ്രാവശ്യം വന്ന് നിൽക്കുന്നത്. റീത്തുവിനെ കാണിക്കുമ്പോൾ തന്നെ ചിലതിനകത്ത് ഫ്രെയിം ഇൻ ഫ്രെയിം വരുന്നുണ്ട്. നമ്മൾ ഈ ഡേവിഡ് ഫിഞ്ചറിൻ്റെ സിനിമകളെടുത്ത് കീറി മുറിച്ച് നമ്മൾ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന പോലെ തന്നെ ഏതൊരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബെസ്റ്റ് മാസ്റ്റർ ക്ലാസ് ആണ് ഈ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ സാധനം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അമൽ നീരദ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഭീഷ്മപർവത്തിൽ നിന്ന് എന്തുമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പൂക്കളിനോട് എന്താണ് ഇത്ര ഫിക്സേഷൻ? ഹൈഡ്രാഞ്ചിയ പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നതൊന്നും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കളല്ല. ഐ മീൻ ഇപ്പോൾ വല്ല വിവാഹത്തിനോ
അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കരിക്കാനോ ഒന്നും ഉപയോഗിക്കുന്ന പൂക്കളമല്ല. ഹൈഡ്രഞ്ചിയ ആയാലും ബോഗൻവില്ല ഇപ്പം പിന്നെ ഫോട്ടോഷൂട്ടുകൾക്ക് വേണ്ടി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇപ്പം കാലങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് ഒരു പരമ്പരാഗത രീതിയായിട്ട് കൺവെൻഷനലി അത് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് അല്ല ഹൈഡ്രഞ്ചിയ ആയാലും. അതെന്താ ഈ ക്യൂരിയസ് ഫാക്ടർ തന്നെയാണ് അതിനകത്തൊരു കാര്യം. അതെന്താന്നുള്ളത് നമ്മൾ കഥ എഴുതുമ്പോഴത്തേന് ഈ കഥൻ്റെ ഹുക്ക് പോയിന്റ് ഉണ്ടാവണമല്ലോ. അത് പേരിടുന്നതിനകത്താണെങ്കിലും ശരി, നമ്മളതിനകത്ത് സീൻസ് ആണെങ്കിലും ശരി, നമ്മൾ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനമായിരിക്കാം, പക്ഷേ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കിട്ടുന്ന ഒരു സാധനത്തിന് വേറെ അർത്ഥം കൊടുക്കുമ്പോൾ റിപ്പീറ്റ് വാച്ചിനും റിപ്പീറ്റ് റീഡിനും നമ്മുടെ മനസ്സിൽ കിടക്കും. ഈ സാധനം സിനിമ നമ്മുടെ മനസ്സിൽ കിടക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ബൊഗൻവില്ല കാണുമ്പോൾ നിങ്ങൾ ബൊഗൻവില്ല സിനിമയെക്കുറിച്ച് ഇവിടെ ആലോചിക്കും. ശരിയാണ്. ആ റിപ്പീറ്റ് വാച്ച് തന്നെയാണ്. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞൊരു പൂ, ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞ പൂ നിങ്ങൾ എൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേഞ്ചിയ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കില്ലർ വരും, അവൻ ഇട്ടേക്കുന്ന ബെഡ്റൂം എല്ലാം വരും. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റോറിയിലേക്ക് ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങളാണിത്. ഇതെല്ലാം നമ്മൾ ഈ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സിന് ഉപയോഗിക്കില്ലേ സാർ പടത്തിൽ? ഇപ്പം നമ്മുടെ കാസ്റ്റവേലൊരു വോളിബോൾ അത് ക്യാരക്ടർ തന്നെ. അത് തന്നെ പിന്നെ ആ പല ആളുകൾ പല രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോൾ ലോകേഷ് കനരാജ് കൈതിയിൽ ആ കമ്മലിൻ്റെ ഇൻസ്പിറേഷൻ ആ ബോളാന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ബോഗൻവില്ല എടുക്കുകയാണെങ്കിൽ ഒരു ഊന്നുവടി പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ആ ഊന്നുവടിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷനിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതിനങ്ങനെ ഒരു ഒബ്ജക്റ്റായിട്ട് പ്ലേസ് ചെയ്തത് തന്നെയാണ്. അത് ഒബ്ജക്റ്റ് വന്നത് എനിക്ക് വല്യപ്പച്ചൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേന് നോർമലി വല്യപ്പച്ചന്മാർ നടക്കുമ്പോൾ ഒരു ഊന്നുവടി ഉണ്ടാവണം. പക്ഷേ ഈ ഊന്നുവടിക്ക് ഒരു പ്രത്യേകത വേണം. അപ്പം ഇങ്ങനെ വടിവാളുള്ള ഊന്നുവടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെങ്ങനെ ഈ പയ്യനിലേക്ക് വരും. അപ്പോൾ ഒരു 10-12 വയസ്സുള്ള ക്യൂരിയോസിറ്റിയാണ് ഇതെന്താ സംഭവം എന്നുള്ള കാര്യം ഇവൻ തുറന്നു നോക്കുക. ഇതെപ്പോൾ തുറന്നു നോക്കും? വല്യപ്പച്ചൻ റൂമിലില്ലാത്ത കേസ്. ഇതൊക്കെ ഈ തോട്ട് പ്രോസസ്സിൽ കൂടെ ഇതെല്ലാം വരുന്നത് നാച്ചുറലി ഇത് വരുന്നതാണ്. അപ്പോൾ വല്യപ്പച്ചൻ റൂം തുറന്നു വരുമ്പോൾ ഇവന് പെട്ടെന്ന് വെച്ചിട്ട് ഉടനെ ഇവൻ്റെ കൈ മുറിയണം. ഇവൻ്റെ കൈ മുറിഞ്ഞാൽ ഇവനെ വീട്ടിൽ അമ്മയെ കാണിക്കാൻ പറ്റത്തില്ല, ഇവൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും അന്നത്തെ കാലത്ത് തേച്ചുകൊണ്ടിരുന്ന മുറിവിനകത്ത്. ഇതെല്ലാം നമ്മൾ ഈ ചിന്ത ഈ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരാം. നമ്മൾ ആ വേർഡിലേക്ക് ഇരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സാണ് നമ്മളെ കാണിച്ചു തരുന്നത് കഥ എന്താണെന്നുള്ള കാര്യം. ശരിക്കും ക്യാരക്ടറാണ് പ്ലോട്ട്. ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്ലോട്ട്. ഇത് നമ്മളെ കാണിച്ചു തരും. നമ്മൾ ശരിക്കും അതിനകത്തേക്ക് ഇരുന്ന് നമ്മളെ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറും കാണിച്ചു തരും അവരുടെ പെരുമാറ്റം എന്താണ്, അവരെന്താണ് കാണുന്നുള്ള കാര്യം. അങ്ങനെ കിട്ടുന്നതാണ് ഇതെല്ലാം. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് വേണം നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ട് എഴുതുന്നതല്ല. നമ്മളെ വല്യപ്പച്ചനെ ആലോചിക്കുമ്പോഴാണ് പറയുന്നത് വല്യപ്പച്ചൻ്റെ പ്രായം എന്താണ്, അയാൾ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്, അയാളുടെ പ്രൗഢി എന്താണ്, അയാൾ എന്താണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്, കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. മറ്റൊരു കാര്യം, പലപ്പോഴും ഈ ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ കൾപ്രിറ്റിൻ്റെ അല്ലെങ്കിൽ സീരിയൽ കില്ലറിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ അയാളെ അറിഞ്ഞോ അറിയാതെ ന്യായീകരിക്കുന്ന ഒരു കാരണം കൂടി എവിടെയൊക്കെയോ ഉണ്ടാവും. ഇപ്പോൾ രാക്ഷസനൊക്കെ എടുത്ത് നോക്കിയാൽ ആ ക്യാരക്ടറിനോട് നമുക്ക് പാവം തോന്നുന്ന അയാൾ ആ സ്കൂൾ വിദ്യാർത്ഥിനെ കൊല്ലാൻ പോലും ന്യായീകരിക്കുന്ന ഒരു കാരണം, അതായത് പോസിറ്റീവായ ഒരു കാരണമാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അല്ല, അതെന്താ? അതെനിക്ക് ഇഷ്ടമില്ല. കാരണം ചീത്ത കാര്യം ചെയ്യുന്ന ആളെ ന്യായീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. നമ്മളത് എനിക്ക് തോന്നുന്നു മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കും നമ്മൾ കാണുന്നത് ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് അതിന് ന്യായീകരണം കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഒരാൾ കുറ്റവാളിയാകാണ്ട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് മതി. മറ്റേ ഒരു ഇൻസിഡൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. സീരിയൽ കില്ലർ ആകണം. നമ്മൾ റെപ്റ്റൈൽ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്താണ് ഈ സാധനം എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കാനുള്ള പല ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പം ക്രൈം ചെയ്യുന്ന ആൾ ക്രിമിനൽ തന്നെയാണ്. അയാളുടെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ്. അയാൾ ഇങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. അയാൾ എന്തായിട്ട് മാറാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാളാണ് വടിയും കുത്തി താഴോട്ടിറങ്ങുന്നതിൻ്റെ കാരണം അതാണ്. അതെല്ലാം അങ്ങനെയാണ്.